ഭീകരാക്രമണത്തിൽ ഒരു മലയാളി കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. എൻ രാമചന്ദ്രൻ കൊച്ചി ഇടപ്പള്ളി സ്വദേശിയാണ്. കുടുംബവുമൊത്താണ് ഈ യാത്രയ്ക്ക് പോയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. പ്രാഥമിക വിവരം മാത്രമാണ്. നമ്മളൊക്കെ സങ്കടത്തിലാത്തിയിട്ടുള്ള വാർത്തകളാണ് ഇന്നലെ ഇന്നൊക്കെ നമ്മൾ കേൾക്കുന്നല്ലേ. ഭീകരാക്രമണത്തിൽ 27ഓളം ആൾക്കാർ മരണപ്പെട്ടാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിലൊരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു സ്ഥിരീകരിക്കാത്ത വാർത്തയും വരുന്നുണ്ട്. ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ ഒരു ഭീകരാക്രമണത്തിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട് അവർക്ക്. ഈ ഭീകരർക്ക് കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അതിൽ മറ്റു ഭീകരാക്രമണം പോലെയല്ല ഇത് നടത്തിയിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഇന്ത്യയിലെ ഓരോ ജനങ്ങളെയും ഭിന്നിപ്പിക്കും. നമ്മളെയൊക്കെ തമ്മിൽ അടുപ്പിച്ചിട്ടും തമ്മിൽ കൊല്ലിപ്പിച്ചിട്ടും അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു കാലത്ത് സമാധാനത്തോടെ ജീവിക്കരുത് എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഈ ഭീകരർ ഈ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത്. അതിലൊരു സംശയവും വേണ്ട. ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും ബുദ്ധനെയും ഇനി മതമില്ലാത്തവനെയും ഒക്കെ തമ്മിൽ കൊല്ലിക്കണം. അതന്നെയാണ് ഇവരുടെ ലക്ഷ്യം. അതിലൊരു സംശയവും വേണ്ട. അതിന് നമ്മൾ വളം വെച്ചു കൊടുക്കാൻ പാടില്ല. ഇതുപോലെ തെരുവിലിറങ്ങണം. ഓരോ ഭീകരനും ഇത് ചെയ്ത ഓരോ ഭീകരനും അവന്റെ ഇല്ലായ്മ കാണുന്നത് വരെ, അവനെ ഈ ഭൂലോകത്തെ ഇല്ലായ്മ ആക്കുന്നത് വരെയാണ് നമ്മളെ ഇന്ത്യൻ സേനയിൽ നമുക്ക് അത്രയും വിശ്വാസമുണ്ട്. അവർ അണ്ണാക്കിൽ പോയി അവരെ തീർക്കുമെന്നതിൽ ഒരു സംശയവും നമുക്ക് കാത്തിരുന്ന് കാണാവുന്ന. നമ്മളൊന്നാണ്, നമ്മൾ ഇന്ത്യനാണ്. ഒരൊറ്റ വികാരമാണ് നമുക്കൊക്കെ ഉള്ളത്. നമ്മുടെ ഏത് ഭീകരൻ വന്നാലും ഏത് പാകിസ്ഥാൻ വന്നു കഴിഞ്ഞാലും നമ്മളെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. നമ്മുടെ ഇന്ത്യൻ ഫോഴ്സ് ഇതിന് പകരം ചോദിക്കാതെ പോകില്ല എന്നുള്ളത് തീർച്ചയാണ്. അത് നമ്മൾ പലവട്ടവും കണ്ടിട്ടുണ്ട്. ഇവർ അണ്ണാക്കി പോയി ഇവന്റെ തലവനെ ഇല്ലായ്മ ചെയ്യുന്നത് വരെ നമ്മൾ ഇതുപോലുള്ള പ്രതിഷേധം കൊണ്ടുവരണമെന്ന് മാത്രം അഭ്യർത്ഥിക്കാനുള്ളൂ. 26 ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ പകരം ചോദിക്കാതെ പോകില്ലെന്ന് മാത്രം സൂചിപ്പിക്കാനുള്ളൂ.